ബിഗ് ബോസിനകത്ത് രാവിലെ ഇതുവരെ ഒറ്റ ഒരെണ്ണത്തെ കിച്ചണിൽ കേറിയിട്ടില്ല. സർവ്വ എണ്ണവും അവിടെ ഇവിടെയും ഇരുന്ന് വർത്തമാനം പറയുന്നതല്ലാതെ ഒറ്റ ഒരെണ്ണം കേറിയിട്ടില്ല. സ്ത്രീജനങ്ങൾ മൊത്തം അവിടെ കുത്തിയിരുന്ന് വർത്തമാനം പറയാ. കൊതിയും നുണയും പറയാണ്. ബെഡ്റൂമിലിരുന്ന് കൊതിയും നുണയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഒറ്റ മനുഷ്യനും കേറിയിട്ടില്ല. ഫുഡൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഫുഡ് കൊടുക്കുമെന്നാണ്. പക്ഷെ പുതിയതായിട്ട് 26 പേര് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 26 പേരുണ്ട്. ഇവരെല്ലാം ഫുഡ് ബിഗ് ബോസ് കൊടുക്കുന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഫുഡ് ഒരു വക ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. ഇവര് തന്നെ തയ്യാറാക്കി കഴിക്കേണ്ട ഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇപ്പൊ രാവിലെ ആരും കയറാത്തത് കൊണ്ട് അനുമോള് കയറുന്നുണ്ട് കിച്ചണില്. അപ്പൊ കിച്ചണിൽ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. അനുമോൾ പറയുന്നു, ആരെങ്കിലും വിളിച്ച് ഒന്ന് ഇതൊന്ന് കഴുകി തരാൻ പറ. എങ്കിൽ എന്തെങ്കിലും ഫുഡ് തയ്യാറാക്കാമെന്ന് പറയുന്നു. അപ്പൊ പിന്നെ അവിടെ രാവിലെ ഫുഡ് കഴിക്കാനും മരുന്ന് കഴിക്കുന്നവർ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഷാനവാസും നമ്മുടെ മുൻഷിക്കും ഒക്കെ അവിടെ ജിഷിൻ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി ആരും ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഫുഡ് തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ജിഷും പോയി എല്ലാരും വിളിക്കുന്നുണ്ട്. ഫുഡ് റെഡിയാക്കാനായിട്ട് വാന്ന് പറയും. വിളിക്കുന്നു. കിച്ചണിൽ പാത്രം കഴുകാനായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം വന്ന് ഫുഡ് റെഡിയാക്കാനായിട്ട് ഓരോരുത്തർ വന്ന് നിന്നതേ ഉള്ളൂ. അവിടെ ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയും അനീഷും ഒക്കെ. അനീഷൊക്കെ എന്ന് പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവിടെ കിച്ചണിൽ 24 മണിക്കൂർ നിന്ന് അനീഷ ആണെങ്കിൽ ഇന്ന് എല്ലാവരുടെയും കൂടെ അവിടെ ബെഡ്റൂമിൽ ഇരുന്ന് വർത്തമാനം പറയാനായിട്ട് ഇരിക്കുന്നത്. എന്തായാലും പിന്നെ ഫുഡ് റെഡിയാക്കാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇതിന്റെ പേരിൽ ഇനി വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടോന്നും അറിയത്തില്ല.